വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനിൻ പ്രയാണം പൂർത്തിയാക്കി നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെന്നിൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെന്നിൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
സുഖമർത്യാനേ കൂടെ പോരും നിൻ ജീവിത കൈകളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരുനാളോ സുഖമർത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരുനാളോ സുഖമർത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പിണ്ടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരുനാളോ സുഖമർത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ. കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. അറിയുന്നു പാപം വലുതാണതുപോലെ
സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിയിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിളയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുകവയ്ക്കും. പ്രാവുഗണത്തിൽ തിരുസഭ നിൽപ്പൂ കൂടുന്നകർത്താക്കളെയെല്ലാം. കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം. സ്ത്രീത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചാലാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുദീസായ നൽകളമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗവനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുരാഗത്തോടു താക്കുകൊടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയനെന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരുന്നിനടച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ. നിത്യമകോന്നതമംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും.
എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായേ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്ന് സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങെത്തി. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാദാനീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവകവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിപതിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കൊടുക്കുന്നവനുമായ മിശിഹായേ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. പാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും. നാദത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുത്തൂനോ ജീവനെനിക്കു പകർന്നുവനം. പാപമുണച്ചു നിൽക്കണമേ.
സ്വർഗത്തിൽ നിന്നയച്ചെന്നെ രക്ഷിച്ചു. മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട തൻ പ്രിയസുതനെ നിയോഗിച്ചോ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാഴാകും കുഴിക്കിടയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാവാം. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോർ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു, അത്താഴത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമനായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദിനാമാദത്തിൻ പാപം മൂലം ഭൂലോകം വരിയുടെ കിരീടമർന്നരനിൻ നടുവിൽ കാണൂ നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാരണ്ടാമാദമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ അല്ലലും മാപ്പുകൊടുത്തല്ലോ നാദാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രതയാലെ ഉജ്ജ്വലമാക്കിയ പ്രതലേശ ആഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർച്ചനകൾ നിൻ തിരുസന്നിധിയണയത്തെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാറാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്രയിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു.
യാത്രക്കാരാ മുന്നിലതാനിൻ കബറിടമല്ലേ അസ്ഥിരമല്ലോ ഭുവനവുമതിലേ എളികാറ്റകളും നീർഗോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെന്ന്
സമയത്ത് കൂടി നിൽക്കാതെ എല്ലാവർക്കും ശാന്തമായി കാണാനുള്ള അവസരമുണ്ട്. ദയവായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മക്കളും സഹോദരങ്ങൾ ഒഴിച്ചുള്ളവരാരും മൃതശരീരത്തിന്റെ ചുറ്റും നിൽക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.
പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിന്റെ ദാസന്മാരും ആരാധകന്മാരെ നീ അനുഗ്രഹമാക്കി ആശീർവദിക്കണമേ. ഞങ്ങളെ രക്ഷിക്കായി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിനും നവീകരണത്തിനുമായി വരുമാനമായ രക്ഷിക്കാതെ ഞങ്ങളുടെ കുറിയും സ്വാദവും ഇപ്പോഴും ആത്മീയത്തിലേക്ക് വർദ്ധിക്കും. അതുപോലെ ജീവിപ്പിക്കുകയും ആജ്ഞയാൽ കബറടക്കപ്പെട്ടവരെ ഉയർത്തുകയും ചെയ്യുന്ന വിശ്വനീയ ജീവദാതാവേ നഗസ്തുതി. നീ മരിച്ചവരെ മഹിമ ധരിപ്പിക്കുകയും മരണമില്ലായ്മയോർക്ക് ഭൂഷണമായി കൊടുക്കുകയും ഭക്തന്മാര് ഉന്നത രാജ്യത്തിലേക്ക് ഉയർത്തി മഹാന്മേറിയ മണവരയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേന്ദ്രനാഥരുടെ സംസ്കാരം നിർവഹിക്കുന്ന സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലങ്ങളുടെ ബഹുമാനവും ആരാധനയും യോഗ്യമാണോ എന്നിൽ സംഗീതപ്പെടുന്ന ഏതൊരാത്മാവിന്റെ പുനരുത്ഥാനവും ജീവന രക്ഷകരെ ഞാൻ ആത്മാവിനാജ്യമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിങ്ങളുടെ പ്രത്യാശയോടുകൂടെ മരണമടഞ്ഞ ഇതാസുരുടെ ആത്മാവിനെ നീ ഇപ്പോൾ പുനഃസ്ഥാനം സ്വീകരിച്ച വാത്സല്യോറും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അവതരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘത്തിൽ വരുന്ന ഈ നിന്റെ ദാസരെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. സമാധാന ദൂതന്മാർ പരിശുദ്ധാത്മാരുടെ സൗഭാഗ്യ ഭവനങ്ങളിലേക്ക് ഇവരെ നയിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവരെ നിന്റെ സ്ത്രീയുമായി വന്ദിക്കുകയും നവജീവനെ അച്ഛനമായ നിന്റെ ശരീരങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആരെയും നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമുദി സമൂലം നീ നൽകിയ പ്രകാശവസ്ത്രവും മൂറോ
നിന്റെ മുദ്രയും നിന്റെ ദാസത്തിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ രാജ്യത്തിലെ നിവാസികളെന്ന് ബഹിഷ്കരിക്കുന്ന കോപവാക്ക് കേൾക്കുവാൻ ഇവർക്കിടയാകരുതേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുകയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ഞങ്ങളെ മരിച്ചവരെ പുണ്യപ്പെടുത്താനമേ. പ്രാർത്ഥിക്കണമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ മുഖാന്തരമായി മാറ്റപ്പെട്ടതായ സഹോദരങ്ങളെ യാത്ര അയക്കുവാൻ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന ബന്ധുവൃദ്ധാദികളോട് ഒരുമിച്ച് ദുഃഖത്തിൽ പങ്കുചേരുവാനും അനുശോചനങ്ങൾ അറിയിക്കുവാനും തക്കവണ്ണം കൂടി വന്നിരിക്കുന്ന ഏവരുമേ, മരണം അതൊരവസാനമല്ല. മരണം ഒരു മറ്റൊരവസ്ഥയിലേക്കുള്ളതായ ഒരു പ്രക്രിയയാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതായ ഒരു അവസരമാണ് മരണം. മരണം അവസാനമല്ല എന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്നതായ ഈ ലോകത്തിൽ നിന്ന് നശിക്കാത്തതായ ഒരു ലോകത്തിലേക്കുള്ളതായ മാറ്റം അത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നൽകുന്ന ഒന്നാണ്. അതികാരണമാണ് വിധം മരണമുഖാന്തരമായി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവരുടെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം ആശ്വാസം നൽകിയാലും അത് മതിയാവുന്നതല്ല. കാരണം മരണം വേദനാജനകമാണ്. അതിദാരുണമായ രീതിയിൽ മരിക്കുക എന്നുള്ളത് അതിവേദന ലഭിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടി പഠിപ്പിക്കുന്നു, അവസാനത്തോളം പൊറ്റുകൊള്ളുക, നിങ്ങളുടെ ഓഹരി വാങ്ങുവാൻ നിങ്ങൾ എഴുന്നേറ്റ് വരും. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, പ്രവാചകൻ തന്നെ 24-ാമത്തെ പ്രവചന പുസ്തകത്തിൽ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് പ്രവചിച്ച ഒരു കാര്യമുണ്ട്. ഭൂമി ചാഞ്ചാടും, അത് മത്തിനെ പോലെ ആടിയുടെയും. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതായ സന്ദേശം അല്ലെങ്കിൽ നടത്തേണ്ടതായ കാലയളവാണിത്. നാം അപ്പോൾ വളരെയേറെ ദുഃഖം അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ സംഭവിച്ചതെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വീണ്ടും തിരുവചനം പഠിപ്പിക്കുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങൾ നിറവേറും. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യാശയോടുകൂടി ഇവരെ മടക്കി അയക്കാം. ഇവർക്ക് എല്ലാവിധമായ ദൈവത്തിന്റെ പദ്ധതിയിൽ പ്രവേശനം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മാർത്തയുടെയും മറിയുടെയും വിലാപ ഭവനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യ മുഖാന്തരമായി സന്തോഷ സമാധാനം ലഭ്യമായെങ്കിൽ താൻ മടങ്ങിപ്പോകുമ്പോൾ
തന്റെ പിതാവിന്റെ സമ്മതിയിലൊക്കെ മടങ്ങിപ്പോകുന്ന യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് തന്റെ പ്രേക്ഷക പ്രവർത്തനത്തിൽ തന്നോടുകൂടെ പങ്കാളികളായിരുന്ന ശിഷ്യന്മാരോട് അരുളി ചെയ്തുവെങ്കിൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വരുന്നു, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, ഞാൻ തരുന്ന സമാധാനമല്ല അരുളി ചെയ്ത ആ സമാധാന പ്രഭുവായിരിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങൾക്കുള്ളതായ അനുശോചനം അറിയിക്കും, വ്യക്തിപരമായി നമുക്കുള്ളതായ അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും. നമുക്കെല്ലാവർക്കും വളരെയേറെ ദുഃഖമുണ്ട്. ഈ ദുഃഖത്തില് ഈ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ചേരുകയാണ്. നമുക്കെല്ലാവർക്കും സമചിത്തതയോടുകൂടി നമ്മുടെ ഈ പ്രിയ സഹോദരങ്ങളെ നമുക്ക് യാത്രയാക്കാൻ ഒരുങ്ങാം. ഇവിടുത്തെ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട ജോസഫ് മണപ്പള്ളി അച്ഛന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിലേക്ക് നമ്മൾ പോകും. ദേവാലയത്തിൽ കോട്ടയം രൂപതയുടെ സഹായമെത്താൻ അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ കാർമ്മികത്വത്തിൽ അവിടുത്തെ ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷമാണ് നമ്മുടെ സ്മൃതിയിലേക്ക് പോവുക. ധാരാളം പേര് മൃതദേഹങ്ങൾ ദർശിക്കുവാനുണ്ടെന്ന് അറിയാം. ഇവിടെ ചില സ്ഥലപരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ദേവാലയത്തിനുള്ള അവസരമുണ്ടാവും. അതുകൊണ്ട് ആരും തിക്കും തിരക്കൊന്നും കൂട്ടാതെ വളരെയേറെ സമചിത്തതയോടുകൂടി സഹകരിക്കണമെന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും തന്നെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും തന്നെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സർവ്വശനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുന്ന കാരണത്തെ പുകഴ്ത്തുകയും മാന്ത്രികമായ ദൈവത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് ആകാശത്തിനെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും സാധനമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നതിന് എന്നിട്ട് നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്തിരുന്നു. അത് നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന് അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാവുന്ന മണ്ണിൽ നിന്ന് ആമത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദാരം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആകാശത്തിലെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദിവസങ്ങൾ എത്ര വരുവങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നെല്ലുപോലെ കടന്നു പോകുന്നു. കർത്താവേ, നീയല്ലാതെ ആരെയും എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര വലുതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാവുന്ന സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ,
നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മഴയും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് പാടിടുവാൻ വരവേ നരുളേണം. ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുതുക നവനീതൻ. പുനരുദ്ധാനം വരുമല്ലോ അരുൾ ചെയ്തേ തിരുനാഥൻ വിശ്വാസം ക്ഷേമിക്കും ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ വിതരാനൂതനമാക്കുന്നു. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ച മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാതാക്കളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മനുഷ്യർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേറ്റിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ രക്ഷനാരിയുമേ, രാവും പകലിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. ഞാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം ഉൾപ്പെടുന്ന ആത്മാക്കളെ നിത്യാന്തവും സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാനത്തായ അമൂല്യമായ രക്തം രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മൗത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആസന്ന മരണത്തിൽ സ്വയം കരുണയർത്തിന്റെ മിശിഹായെ,
കരയുന്നവരെ എണ്ണയിൽ തുറയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറത്തുവനുമായ മിശിഹായി നിന്റെ നാഥരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ശാസ്ത്രജ്ഞരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ കർത്താവ് ഈ ദിവസം നീതിയുടെ മണി തന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ കൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം, ഒരു അവസരമാണ്, സന്ദർഭമാണിത്. നിസ്തർക്കമായിട്ട് നമ്മിൽ നിന്ന് ആശ്ചര്യമായിട്ട് ഏർപ്പെട്ടു പോയിരിക്കുന്നതായ ഈ മാതാവും കുഞ്ഞും ഇതിന്റെ വേർപാട് ഏറ്റവും ദുഃഖകരം, സംശയമില്ല. എങ്കിലും നമ്മൾ കഥാവിശുദ്ധിയായ ഉപദേശത്തിന്റെയും സ്ത്രീകന്മാരുടെ ഉപദേശത്തിന്റെയും വെളിച്ചത്തിൽ മരണത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമുക്ക് ഓരോ തരത്തിലുള്ളതായ ദുഃഖങ്ങൾ, ആകുല ചിന്തകൾ നമ്മളെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. കഥാവിശ്വസിയായ ഞങ്ങളോട് അരുളി ചെയ്തു, ഇപ്പോൾ ദുഃഖിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഞങ്ങൾക്ക് ആശ്വാസം ചെയ്യും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഞങ്ങൾ സന്തോഷിക്കും. കഥാവിശ്വസിയ മരപ്രസംഗത്തിൽ അനുസരിക്കുന്നതായ 9 കൂട്ടം ഭാഗ്യങ്ങളിൽ 9 കൂട്ടം ആളുകൾക്ക് ഭാഗ്യം നേർന്നുകൊണ്ട് പറയുന്നതായ ആ ഭാഗത്ത് ഉള്ളതായ 2 കാര്യങ്ങളാണ്. നമ്മെ വേർപിരിഞ്ഞു പോകുന്നവര് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വേർപിരിഞ്ഞു പ്രത്യാശയോട് വാങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ജീവിതകാലത്ത് സഭയുടെ ഉപദേശമനുസരിച്ച്, നിഷ്ഠയനുസരിച്ച്, വിശ്വാസമനുസരിച്ച് ശരിയായി ജീവിച്ച് കടന്നു പോയത് കൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. വാങ്ങിപ്പോയവര് ഇവരുടെ ആത്മാക്കൾ സ്വർഗരാജുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സംശയമില്ല. ആ പ്രാർത്ഥന നമുക്ക് സഹായകരമായിരിക്കും. അതാണ് അങ്ങനെ നമുക്ക് സന്തോഷിക്കുവാനും സമാശ്വസിക്കുവാനും കഴിയും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവിശ്വസിയായ നമ്മൾ പറയുന്നത്, പ്രത്യാശയില്ലാത്തവരായ ആളുകളെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന്. പ്രത്യാശയുടെ അവസ്ഥയിലേക്ക് ആ ഒരു അവസ്ഥ ദൈവം ഉണ്ടാക്കി കൊടുത്തു, ഒരു കൃപയാണത്. നമുക്ക് ലൗകികമായി ചിന്തിക്കുമ്പോൾ വലിയ ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം അത് ഒക്കെ അപ്പുറമായിട്ട് മെയിൻ പ്രപ്പോസൽ ഗോഡ് ഡിസ്പോസൽ, ദൈവത്തിന്റെ ആ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, ഓരോ ഉദ്ദേശം ദൈവത്തിനുണ്ട്. വർദ്ധിച്ച് എല്ലാവരും സമാധാനവും ശാന്തിയും സമാധാനദാതാവായി ദൈവം പ്രദാനം ചെയ്യട്ടെ.
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൽ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യരും നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ചെളികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണറി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണയെ കൊള്ളുക നിൻ പാപത്തിനും ഞാൻ മാപ്പേകുന്നു. പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിനും
മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ രൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുത്തിതരായി. ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുസ്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം കൊടുത്തു. വൈദാഹത്താൽ വരയും ദരതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളടയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥ സകലേശ, നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ. വാക്കും ചെവികില മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ യോജിക്കുന്നു, സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൻ പാർക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു, നാഥാ പാപിനിയാ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ. ഹൃദയം തരളിതമായി സഹതാബാകുലമായി പൊറുതിയവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, വളരെയേറെ ദുഃഖനിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. നമ്മിൽ നിന്ന് വേർപിരിയുന്ന ഈ സഹോദരങ്ങളെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലെ വേർപാടിന്റെ ദുഃഖം വളരെയേറെ ഉണ്ട്. ഇവിടെ വരുന്നതിന് മുൻപായി ചെറുകര പോയി അവിടെ ഉള്ള സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് പങ്കെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അമ്മയും അപ്പനും മക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ നഷ്ടപ്പെട്ട അനേകായിരം ആളുകളുടെ ദുഃഖം നമ്മുടെ ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അനുഭവിക്കുകയാണ്. അവരോടെല്ലാം നമുക്ക് ഒന്നുചേരുകയും അവരുടെ ദുഃഖങ്ങളിലെല്ലാം ദൈവത്തിന്റെ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജനങ്ങള് ആശ്വാസവുമായി ഭാരതത്തിലേക്ക് വരികയാണ്. അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഒക്കെ പ്രയത്നങ്ങളും നമുക്കുണ്ടായിട്ടുള്ള ഈ വലിയ ദുരന്തത്തില് ആശ്വാസം പകരുവാൻ വേണ്ടി നമ്മെ തേടിയിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭാരതത്തിലുണ്ടായ ഈ വലിയ അത്യാഹിതത്തില് ദുഃഖം രേഖപ്പെടുത്തുകയും നമ്മുടെ ഈ വിഷമസന്ധിയില് പ്രാർത്ഥനയിലും മറ്റു വിധത്തിലും നമ്മെ സഹായിക്കുവാൻ ലോകത്തിലുള്ള എല്ലാ നല്ല മനുഷ്യരെയും ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി. ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന വസ്തുതയാണ്. എന്നാൽ ഇവയേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമുക്ക് ഈ അവസരത്തിൽ ആശ്വാസം പകരുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ പോലും തങ്ങളുടെ വിശ്വാസവും ക്രിസ്തീയ ജീവിതവും ഒക്കെ പാലിച്ചുകൊണ്ട് പോകുവാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്
നമ്മുടെ ആശ്വാസത്തിന് ഏറ്റവും വലുതായ അടിത്തറ. പ്രിയപ്പെട്ട ഈ അമ്മച്ചി തന്റെ കൊച്ചുമകളുടെ ആദ്യ കുർബാനയിൽ സംബന്ധിക്കുവാൻ വേണ്ടിയാണ് ഗുജറാത്തിലേക്ക് പോയത് എന്ന് നമുക്കറിയാം. അത് ഈശോയുടെ സ്നേഹവിരുന്നിൽ ആദ്യമായി തന്റെ കൊച്ചുമകൾ പങ്കെടുക്കുന്ന ആ നിമിഷങ്ങളിൽ അവളോട് ചെയ്യുവാൻ വേണ്ടി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ കൊച്ചുമകളുടെ ആദ്യത്തെ ആ സ്നേഹവിരുന്ന് ഈശോയോടൊപ്പം സ്വർഗത്തിലാകണമെന്നും ആ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുവാൻ ഈ അമ്മച്ചിയും ഉണ്ടാകണമെന്നും ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതിയിൽ അവരെ സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. ദൈവത്തോടു കൂടി നിത്യവിരുന്നില് പങ്കുകാരാകുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം നൽകുന്ന ക്രൈസ്തവ ചിന്തയാണ് ഇത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ദുഃഖം, വേർപാടിന്റെ ദുഃഖം നമുക്കെല്ലാം ഉള്ളതാണ് എങ്കിൽ പോലും പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ നാം ദുഃഖിക്കരുത് എന്ന് അപ്പസ്തോലൻ പിതൃസഹജമായ സ്നേഹത്തോടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് പ്രത്യാശയുണ്ട്. ലോകത്തിലുള്ള നമ്മുടെ ജീവിതം ക്ഷണികമാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും നാം അത് സ്മരിക്കാറില്ലെങ്കിൽ കൂടി നമ്മുടെ വലിയ വലിയ നേട്ടങ്ങളും വലിയ സമ്പാദ്യങ്ങളും ഒക്കെ വലുതായി കാണുമ്പോൾ ഈ ക്ഷണികമായ ജീവിതത്തിന്റെ ക്ഷണികതയെ കുറിച്ച് ചിലപ്പോഴൊക്കെ നാം വിസ്മരിച്ചു പോകുന്നു. എന്നാൽ ഇവയൊക്കെ എത്രയോ നിഷ്പ്രയാസം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്നു എന്ന് ഈ ദിവസങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കലും തകർന്നടിയാത്ത, ഒരിക്കലും നശിക്കാത്ത, എന്നും നിലനിൽക്കുന്ന അമൂല്യമായ ഒന്നുണ്ട്. അതാണ് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ആ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം പകരുന്നത്. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുന്നതിന് വേണ്ടി ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എത്രയോ ഹൃദയസ്പർശിയായ വാക്കുകളാണ് അവ. തന്നോടുകൂടി തന്റെ സന്തോഷത്തിൽ, തന്റെ സ്വർഗീയ സൗഭാഗ്യത്തില് നമ്മളും പങ്കുകാരാകുവാൻ വേണ്ടി നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയ നാഥൻ നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ ഈ അവസരത്തില്, മാനുഷികമായ നിത്യമായ വേർപാടിന്റെ അവസരത്തില് നമുക്ക് ഒരു പുത്തൻ ഉൾക്കാഴ്ച നൽകുകയാണ്. അത് ഈ വേർപാട് നിത്യമായിട്ടുള്ളതല്ല. മനുഷ്യ ദൃഷ്ടിയില് എന്നേക്കും ഉള്ളതാണെങ്കിൽ പോലും വിശ്വാസത്തിന്റെ കണ്ണുകളില് ഈ വേർപാട് താൽക്കാലികമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുമൊത്ത് വീണ്ടും നാം ഒന്നു ചേരും. ദൈവത്തിന്റെ സന്നിധിയില് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ ജീവിതത്തിന്റെ പറുദീസായി ആ പ്രതീക്ഷയോട് കൂടിയാണ് നാം ഇപ്പോൾ ഇവരോട്, അമ്മച്ചിയോട്, കൊച്ചുമകളോട് അന്ത്യയാത്ര പറയുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയില് നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തില് വന്നു പോയിട്ടുള്ള കറകൾക്കും കുറ്റങ്ങൾക്കും അവരോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഉൽപ്പത്തി പുസ്തകത്തില് സോദോം ഗൊമോറ ദൈവം നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പൂർവ്വപിതാവായ അബ്രാഹത്തെ പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. അതേസമയം ഈ നല്ല അമ്മച്ചിയും ഈ കൊച്ചുമോളും സ്വർഗത്തില് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലെ ശക്തമായ പ്രാർത്ഥനയുടെ കോട്ടയായിരിക്കും. നാം എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ എത്തുന്നതുവരെ, അവിടെ എത്തി ക്രിസ്തുനാഥനോടൊപ്പം സ്വർഗീയ വിരുന്നില് നിത്യമായി പങ്കാളികളാകുന്നത് വരെ ആ വിശ്വാസത്തിൽ, ആ പ്രത്യാശയോടുകൂടി നമുക്ക് ഈ വിശുദ്ധ ചടങ്ങുകളിൽ പങ്കുചേരാം. ഈ വേദനയിൽ ദുഃഖിക്കുന്ന എല്ലാവരോടുമൊപ്പം
നമുക്ക് കർത്താവിന്റെ ആശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് നമുക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, അണയുന്നീശോ മൃതരാമകിഴക്കും ജീവനുമതുപോലെ ശരണവും അരുളിയിടാൻ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലുകളും മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർ കർത്തകാലത്തിൽ പ്രകാശമുദിച്ചു, മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദിമുതലേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയി നമ്മുടെ സഹോദരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ജീവിതകാലത്ത് ദൈവത്തെ പ്രസാദിച്ച് ഇവരെ ദൈവം നീതിമാന്മായ സമൂഹത്തിലെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വന്തമാക്കി നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ ുമാറാകട്ടെ. ജീവന്റെ പുസ്തകവും ഇവരുടെ പേരിൽ ദർശനങ്ങളുടെ ഇവരെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യമൂലം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്നവരെ സ്വരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണത്തിലാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ പറഞ്ഞേ ഞങ്ങളോട് യാത്ര പറയുന്നു. മാമോദീസാവഴി ഞങ്ങളെ സ്വീകരിക്കുകയും പരിശുദ്ധമായ ഞങ്ങളുടെ ആത്മാക്കളെ കൊടുക്കുകയും ഞങ്ങളുടെ ആത്മാവിൽ സ്വഭാവം പ്രിയപ്പെട്ട ദേവാലയമേ, ഞങ്ങൾ നിനക്ക് വന്ദനം പറയുന്നു. ഞങ്ങളുടെ ആത്മായ മാന്യകാര്യമായ പുരോഹിതരെ ദൈവവരിതാൽ ഞങ്ങളുടെ ആത്മാക്കൾക്ക് പോഷം നൽകിയ നിങ്ങളോട് ഞങ്ങളുടെ യാത്ര പറയുന്നു. ഞങ്ങൾ നിങ്ങൾ പോകുന്നെങ്കിലും ഞങ്ങളുടെ സ്നേഹം നിങ്ങളോടുണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നമ്മൾ ജനിക്കുന്നവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയൽ പുലരും പോലെ ജീവിതമിളയിൽ ഓരോ പിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ.
വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ൂർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. തുടമായ്ക്ക് പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാതുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കേ ആകാശവും ഭൂമിയും നിങ്ങൾ എല്ലാവരും വാഴവെക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് സംബന്ധിച്ച എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾ മരിച്ചുവരെയും ആശ്വസിപ്പിച്ച് അവനെപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകുന്നതേ. ശോശകൂലശിബാൻ